ഹായ്, റീബർത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളിലൂടെ സാധ്യമാക്കുന്നതെന്നും അതിന് അഫർമേഷൻസ് എങ്ങനെ നമ്മളെ സഹായിക്കുന്നു, അതിന്റെ അഫർമേഷന്റെ പങ്ക് എന്താണ്, ഇതൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തകളെ നമ്മൾ പോസിറ്റീവ് ആക്കുന്നത് വഴി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകുന്നു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ അത് പറയുകയുണ്ടായി. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നിയമമാണ്, പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ എന്താണോ അതത്രയും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായ ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്താന്നുള്ളത്. ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് തരംഗങ്ങൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് തരികയാണ് ചെയ്യുന്നത്, അല്ലേ? ചിന്തകൾ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് മാറി അടുത്തത് മാറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രയും നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയിരിക്കും? അതിന് മൈൻഡിനെ കൊണ്ട് നമ്മൾ ചെറിയ ഒരു കുഞ്ഞു ജോലി ചെയ്യിക്കാൻ പോവുകയാണ്. പോസിറ്റീവായ അഫർമേഷൻസ് പറയാൻ പോവുകയാണ്. എന്താണ് അഫർമേഷൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാകേണ്ട കാര്യം എന്താണോ അതിനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ആവർത്തിക്കുക. അത് നടന്നു കഴിഞ്ഞ ഫീലോട് കൂടി അതിനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് 1,00,000 രൂപ കിട്ടണം, എനിക്ക് അത് കിട്ടിയെങ്കിൽ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. അപ്പം പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ ഇന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു സമയം ഉദ്ദേശിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് ആ പണം വന്നു ചേരുന്നതിന് നന്ദി, ആ പണം എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളെയും തീർക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ തീർക്കാൻ പോകുന്നതിന് നന്ദി. ജസ്റ്റ് ഞാനൊരു മോഡൽ രൂപയാണ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിനെ മാറ്റി പല രീതിയിലും ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് നടന്നു കഴിഞ്ഞ രീതിയിൽ ഫീൽ ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ മനസ്സിനോട് പറയാം. മനസ്സുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഈ അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മനസ്സ് പോസിറ്റീവ് ആകാൻ വേണ്ടി ഇങ്ങനെ അഫർമേഷൻസ് പറയുന്നത് വഴി മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുകയും പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആദ്യം അത് ഉൾക്കൊള്ളത്തില്ലെങ്കിലും ഇത്തരത്തിലുള്ള കുഞ്ഞു അഫർമേഷൻസ് പറഞ്ഞ് നമുക്കതിനെ പതുക്കെ പോസിറ്റീവ് ലൈഫിലേക്ക് കൊണ്ടുവരാം. ആ പോസിറ്റീവ് ലൈഫിലേക്ക് അത് വരുന്നത് വഴി എന്താണ്? വലിയൊരു മാജിക്കാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുഃഖങ്ങളെല്ലാം നമ്മുടെ വിധി എന്ന് നമ്മൾ പറഞ്ഞ് പഴിച്ചെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന നന്മകൾ അത്രയും നമ്മൾക്ക് അത്ഭുതമായിട്ട് മാറും. കാരണം നമുക്ക് തന്നെ വിശ്വസിക്കാൻ പാടായിട്ട് വരും. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ നമ്മുടെ അഫർമേഷൻസ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഒരു കാലഘട്ടത്തിൽ ഞാനും ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു മാറ്റം. അതിന് കുറച്ച് സമയം എടുത്തു എനിക്ക് അങ്ങനെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകേണ്ടതായിട്ട് വന്നു. അഫർമേഷൻസ് എപ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. അത് പോസിറ്റീവ് അഫർമേഷൻസ് ആണെങ്കിൽ അത് നമുക്കിങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള ഭാഗ്യങ്ങൾ കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഇന്നത് സാധിച്ചതിന് നന്ദി, ഇന്ന സമയത്തിനുള്ളിൽ കിട്ടിയതിന് നന്ദി, ഇങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ യൂണിവേഴ്സുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് വഴി നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമ്മുടെ ആ സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിലാവും. നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും ആ സോളുമായിട്ട്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സോളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ, അതിനോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ, അതിനോടൊന്ന് ഷെയർ ചെയ്ത് നോക്കിക്കേ. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണത്. നമ്മൾ വേറെ ആരും കേൾക്കണ്ട, വേറെ ആരോടും പറയുകയും വേണ്ട. നമ്മുടെ പ്രശ്നങ്ങളെ എനിക്കിതല്ല ആവശ്യം, അപ്പൊ എന്താണ് ആവശ്യമുള്ളത് അത് നീ എനിക്ക് സാധ്യമാക്കി തരണമെന്ന് നമ്മുടെ സോളിനോടൊന്ന് സംസാരിച്ച് നോക്കുക. ഒരു അഫർമേഷൻ രൂപയാണ് അതിനോടും കൂടെ സംസാരിച്ച് നോക്കുക. അത് പതുക്കെ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഇത് കേട്ടിട്ടോ ഇത് ഇന്നതാണ് ഈ വ്യക്തിക്ക് വേണ്ടത്, ആ വ്യക്തി ഒക്കെ അത് കൊടുത്തേക്കാം. നമ്മൾ ദുഃഖം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ദുഃഖപരമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓർക്കും, എന്നെ അവരത് പറഞ്ഞു, എന്നെ ഇവരിത് പറഞ്ഞു, അയ്യോ എന്നാലും എന്നെ പറഞ്ഞല്ലോ എന്നുള്ള ഈ ഒരു റിപ്പീറ്റേഷൻ വരുന്നത് കൂടി ഇങ്ങനെ റിപ്പീറ്റ് വീണ്ടും അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് അത് കൊണ്ടുത്തരും. വളരെ സുന്ദരമായ ഒരു നിമിഷമാണത്. നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയത്തില്ല നമ്മുടെ അഫർമേഷൻസിന് ഇത്രയും പവർ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ എക്സ്പെരിമെന്റുകളാണ് അതൊക്കെ. കുഞ്ഞു അഫർമേഷൻസ് ഞാൻ എൻ്റെ മൈൻഡിന് കൊടുത്തിട്ട് വലിയ കാര്യങ്ങൾ എനിക്ക് ഓർക്കാപ്പുറത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്കൗട്ട് കൊടുക്കുകയാണ് മൈൻഡിന്. ആ മൈൻഡിന് വർക്കൗട്ട് കൊടുത്തുകൊണ്ട്
നമ്മളിങ്ങനെ നിരന്തരം ഇരിക്കുകയാണ്. കാരണം അതിനെ അനാവശ്യ ചിന്തകളിലേക്ക് വിടാതെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബോധപൂർവം ഉപബോധ മനസ്സിനെ കീഴടക്കുക. ബോധപൂർവം എന്ത് ചെയ്യുക? ഉപബോധ മനസ്സിനെ കീഴടക്കുക. അതാണ് അഫർമേഷൻസിലൂടെ സാധ്യമാകുന്നത്. ഉപബോധ മനസ്സ് സഞ്ചരിക്കുന്ന വഴികളിൽ അതിനെ വിടാതെ നമ്മുടെ ബോധ മനസ്സിനെ കൊണ്ട് അതിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക. നമ്മൾ ആനയെ മെരുക്കത്തില്ലേ? ആരെ കൊണ്ട് ആനയെ മെരുക്കിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്ന നമ്മൾക്ക് നമ്മൾ ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ബോധ മനസ്സിനെ സജ്ജമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുവഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ സോൾ എനർജിയുമായിട്ടൊരു കണക്ഷനിലാവും, നമ്മുടെ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷനിലാവും. മൊത്തത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന്, എല്ലാ പ്രശ്നങ്ങളും മറന്ന് കുഞ്ഞു സാഹചര്യങ്ങൾ കൂടി നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഒരുക്കിയെടുക്കും. അതാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ലൈഫായിരിക്കണം. അതായത് ഹാപ്പി ആയിട്ട് നമ്മുടെ മൈൻഡ് ഇരിക്കണം. ഹാപ്പി ലൈഫ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ പണം കിട്ടുകയും ആഡംബരമായിട്ടുള്ള കാറ് വാങ്ങുകയും ഇതൊക്കെയാണ് ഹാപ്പി ലൈഫ് എന്ന്. ഹാപ്പി ലൈഫ് കൊണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചെറിയൊരു മുട്ടായിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മുട്ടായിയാണ് നമ്മൾ കഴിച്ചതെങ്കിലും നമ്മൾ അപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എനിക്കിത് കിട്ടിയല്ലോ, എനിക്കിത് സാധിച്ചല്ലോ. എന്താണ് ആ മുട്ടായി കഴിച്ചപ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ റെഡി ആയില്ലേ, ഓക്കെ ആയില്ലേ, നമുക്ക് ചെറിയ രീതിയിൽ സന്തോഷം ഉണ്ടായില്ലേ? അപ്പൊ എന്തുകൊണ്ട് അതിന് നമ്മൾ നന്ദിയോടുകൂടി സ്മരിച്ചുകൂടാ? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളെ നമ്മുടെ മനസ്സ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുതരും. ആ ഹാപ്പി മൊമെന്റിൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അഫർമേഷൻസ് ഒക്കെ ഇത്രത്തോളം ഗുണമുള്ളതാണോ? ഇത്രത്തോളം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇത്രത്തോളം ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടും. ഇതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിനെ കൊണ്ട് കൊച്ചു വർക്കൗട്ട് എടുപ്പിക്കുക. അതിൽ അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ ബോധ മനസ്സിനെ കൊണ്ട് മെരിക്കാൻ ശ്രമിക്കുക അഫർമേഷൻസിലൂടെ. രണ്ടാമതായിട്ട് നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് ആവുക. നമ്മളെ സോളുമായിട്ട് കണക്റ്റഡ് ആവുന്ന വഴി നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിക്കൊള്ളും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണും വരെ താങ്ക്സ് ഓൾ.